99% ആൾക്കാരും രാഹുൽ ഈശ്വറിനെയാണ് പിന്തുണയ്ക്കുന്നത്. ആൺകുട്ടികളുടെ തെറ്റാണ്, ഞങ്ങളടക്കമുള്ള ആണുങ്ങളുടെ തെറ്റാണ്. സ്വന്തം വീട്ടിലുള്ളവരെ അങ്ങനെ കാണുന്നു. അതായത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും പർദ്ദയിട്ട സ്ത്രീകളെയും ഫുള്ളി ഡ്രസ്ഡ് ക്ലോത്ത്ഡ് ആയ സ്ത്രീകളോട് പോലും അക്രമം കാണിക്കുന്ന വൃത്തികെട്ടവുമാരുള്ള ഈ ലോകത്ത് എരുതിയിൽ എന്നെ ഒഴിക്കണം. ഏറ്റവും താഴ്ത്തി നെക്ലൈൻ ഇട്ടാലേ പുരോഗമനവാദം ആകുമെന്ന് പറയരുത്. ഇപ്പൊ രാഹുൽ ഈശ്വർ ഒരു ഇനാഗ്രേഷൻ വരുന്നുണ്ടെന്ന് വേറൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അടി അറിഞ്ഞെന്ന് വെച്ചോ, അയ്യോ രാഹുൽ ഈശ്വർ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? അയ്യോ സാരി ഉടുക്കുന്നതല്ല, എനിക്ക് സാരിയാണ് ഇഷ്ടം, സാരിയാണ് നമ്മുടെ ഭാരത സംസ്കാരവും എല്ലാം. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞ അവർക്ക് ഇഷ്ടമുള്ള ഇട്ടോട്ടെ. ഞാൻ പറഞ്ഞത് ഈ ഹണി റോസ് ചുരിദാർ ധരിച്ചു വരുന്നതല്ല വിമർശനം. ഹണി റോസ് സാരിയോ ഗൗണോ പ്രത്യേക രീതികളിൽ ധരിക്കുന്നതല്ലേ വിമർശനമാകുന്നത്. ഹണി റോസിന്റെ സാരി അല്ലല്ലോ പ്രശ്നം. അപ്പൊ ഹണി റോസിന്റെ അവിടെയാണ് നമ്മൾ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. നട്ടുച്ചയ്ക്ക് രാവിലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഫാത്തിമ ആ സൂര്യനെ നോക്കി മാത്രം പറയണം. ഇനി രണ്ട്, ഞാൻ പറയുന്നത് ഒരു നിമിഷത്തേക്ക് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ചാനലിന്റെ കമന്റ് അടക്കം എല്ലാ മാധ്യമങ്ങളുടെയും കമന്റിലടക്കം നിങ്ങൾ നോക്കിയാൽ 99% ആൾക്കാരും രാഹുൽ ഈശ്വറിനെയാണ് പിന്തുണയ്ക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ, അതായത് ഈ 2000-ലെ തലമുറ എല്ലാരും എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. നാളെ മിസ് ഇന്ത്യയുടെ പരിപാടി അങ്ങനെ ബിക്കിനി ഇട്ട് ഒരാൾ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യൂ. ഞാൻ അതല്ലേ ചോദിച്ചത്. മോഡലിങ്ങിന് വരുമ്പോഴും ഈ പറയുന്ന ഡ്രസ്സും ഈ ശരീരഭാഗങ്ങളും തന്നെയല്ലേ കാണുന്നത്. അതെ, ഇല്ലെന്നാരും പറയുന്നില്ല. ഈ ലൈംഗിക ചുവ ആർക്കും വരത്തില്ലേ? അവിടെയല്ല, അവിടെയും ലൈംഗിക ചുവയുണ്ട്. സ്ത്രീയെ പ്രദർശന വരുന്ന കാര്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഡലിംഗ് നിരോധിക്കണം, ആരും ഒന്നും നിരോധിക്കണ്ട. പക്ഷെ എല്ലാത്തിനും പരിധികൾ വെക്കണം. ഇതൊരു നിലപാടാണ് കേട്ടോ, ഒരു പൊസിഷൻ നമ്മൾ പറയുമല്ലോ. ആരും ഒന്നും നിരോധിക്കണ്ട, പക്ഷെ എല്ലാ കാര്യത്തിനും ഒരു ലക്ഷ്മണ രേഖ എന്ന് നമ്മൾ പറയാറുണ്ട്. ലക്ഷ്മണ രേഖ വെക്കണം. ഈ ഏറ്റവും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന പെൺകുട്ടികളെ പോലും ഏറ്റവും മോശമായി കുറ്റം പറയുന്ന ആൾക്കാരുള്ള ഈ നാട്ടിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്തു പോയിട്ട് ആൾക്കാർ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം? അത് ആമ്പിള്ളേരുടെ തെറ്റല്ലേ? ആ തെറ്റിന് എരുതിയിൽ എന്നെ ഒഴിക്കണമെന്നേ പറയുന്നുള്ളൂ. ആൺകുട്ടികളുടെ തെറ്റാണ്, ഞങ്ങളടക്കമുള്ള ആണുങ്ങളുടെ തെറ്റാണ്. അതിന് ഹണി റോസ് എരുതിയിൽ എന്നെ ഒഴിക്കണമെന്ന് മാത്രമാണ്. സ്വന്തം വീട്ടിലുള്ളവരെ അങ്ങനെ കാണുന്നു. നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി പ്രൈമറി ഐ ഫോക്കസ്ഡ് ആണെന്നും ആ ഐ ഫോക്കസ്ഡ് ആയ സെക്ഷുവാലിറ്റിയെ നിയന്ത്രിച്ചു നിർത്തണം. സംശയമൊന്നുമില്ല. ഞങ്ങളുടെ കണ്ണ് പേടിച്ച് പെൺകുട്ടികളെല്ലാം കൂടി പൊതിഞ്ഞിട്ട് നടക്കണമെന്നൊന്നും അല്ല പറയുന്നത്. പ്രൈമറി മൊത്തം ഈ സെക്ഷുവാലിറ്റി തോന്നുന്നു. ഫാത്തിമയ്ക്ക് ഞാൻ പറയുന്നതിനോട് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഫാത്തിമയുടെ സുഹൃത്തുക്കളോടുകൂടി ചോദിക്കണം. ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷനെ റേപ്പ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? അതായത് ഡ്രസ് എന്നല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെയുള്ള പെർവേർട്ടുകളുള്ള നാട്ടിലാണ് ഇത്രയും ക്ലീവേജ് കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സ് ആൾക്കാർ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത്. അതായത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും പർദ്ദയിട്ട സ്ത്രീകളെയും ഫുള്ളി ഡ്രസ്ഡ് ക്ലോത്ത്ഡ് ആയ സ്ത്രീകളോട് പോലും അക്രമം കാണിക്കുന്ന വൃത്തികെട്ടവുമാരുള്ള ഈ ലോകത്ത് എരുതിയിൽ എന്നെ ഒഴിക്കണം. ചേട്ടാ, ഇപ്പം സുപ്രീം കോർട്ട് വരെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊന്നും പറഞ്ഞുകൂടാന്ന്. അങ്ങനെയല്ല കൃത്യമായിട്ട് അങ്ങനെയല്ല. ഫാത്തിമയുടെ സ്പിരിറ്റ് അംഗീകരിക്കുന്നു. അതായത് സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞുകൂടാ എന്നല്ല, സ്ത്രീയുടെ വസ്ത്രധാരണത്തെ വെച്ച് ഒരിക്കലും റേപ്പിനെ ന്യായീകരിക്കുന്നു. പൂർണ്ണമായി യോജിക്കും. അതുകൊണ്ട് ഈ റേപ്പിസ്റ്റുകളും വൃത്തികെട്ടവന്മാരും ഈ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിൽ നിങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റാണോ? ഇപ്പൊ ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ച് ഇറങ്ങിയെന്ന് വെച്ചാൽ ഒരു പാർട്ടി വെയർ, ഇത് കുഞ്ഞു പിള്ളേര് കാണുമ്പോഴത്തേക്കിനും അവർക്ക് ചിന്തയിലുള്ള പല ഈ ലൈംഗിക കാര്യങ്ങളും അങ്ങ് മറക്കും. ഇത് കണ്ട് ശീലം ആവുമ്പോഴത്തേക്കിന് പിന്നെ ഒരു സ്ത്രീയെ അങ്ങനെ കണ്ടിട്ട് ഒന്നും തോന്നത്തില്ല. ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല. അല്ല, വാദഗതി ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നിരന്തരമായി കാണുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, അഥവാ ഇത് കണ്ടെങ്കിൽ ശീലമാകും. ഇതാണ് ആ വാദഗതി. ഇതൊരു ലിബറൽ വാദഗതിയാണ്. എനിക്ക് അതിനോട് ബഹുമാനമുണ്ട്, യോജിപ്പൊന്നുമില്ല. പക്ഷെ ഒരു ലിബറൽ വാദഗതിയാണ്. അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കണം. സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സെക്ഷുവാലിറ്റിയിലേക്ക് തെറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സെക്സ് എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനും കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാന ഉദ്ദേശം തന്നെ പലപ്പോഴും ഈ ഓവർ സെക്ഷുവലൈസ്ഡ് ആണ്. നമ്മുടെ യൂട്യൂബ് തുറന്നാൽ, നമ്മുടെ മൊബൈൽ ഫോണുകൾ തുറന്നാൽ, വെളിയിലേക്ക് ഇറങ്ങി നടന്നാൽ ലൈംഗികോദ്ദീപകമാണ് കാര്യങ്ങളെല്ലാം. ഈ ഓവർ സെക്ഷുവൽ സാഹചര്യത്തിൽ സെക്ഷുവൽ എഡ്യൂക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെന്റ് പഠിപ്പിക്കണം, പെൺകുട്ടികളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ച് പഠിപ്പിക്കണം. ഈ ഓവർ സെക്ഷുവലൈസ്ഡ് സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ വീണു പോകരുത്. അപ്പൊ അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി മറ്റേ വയറ്റിൽ നെക്ലൈൻ ഇടുന്ന രീതി ഉണ്ടാക്കരുത്. അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും താഴ്ത്തി നെക്ലൈൻ ഇട്ടാലേ പുരോഗമനവാദം ആകുമെന്ന് പറയരുത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ ഇന്ദിരാഗാന്ധി ഫുള്ളി കവേർഡ് ഡ്രസ്സല്ലേ ഇട്ടിരുന്നത്. ഇന്ദിരാഗാന്ധിയേക്കാൾ വലിയൊരു ഫീമെയിൽ ഉണ്ട്, അല്ലെങ്കിൽ റസിയ സുൽത്താന, അല്ലെങ്കിൽ ഝാൻസി റാണി, അല്ലെങ്കിൽ ഒരുപാട് പേർ.